ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് വന്നതും ഉപ്പ ഇവിടെ ഇങ്ങനെ വാഴ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അന്നേരം അതൊക്കെ വെട്ടി വൃത്തിയാക്കുകയാണ്. നല്ല രീതിക്ക് ഈ മഴ പെയ്ത സമയത്ത് എന്താ പറയുക, മരങ്ങളൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ആയിപ്പോയിണ്ടായി. അങ്ങനെ പിന്നെ കിണറിലൊക്കെ അത്യാവശ്യം നമുക്കിങ്ങനെ കൈയിട്ട് കോരാൻ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായി, അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പുറത്തുള്ള ഒരു ആൻറ്റീസർ വിളിക്കുന്നത്, ചക്ക ഉണ്ട് ചിന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് കുറച്ച് ചക്കയും അതേപോലെ കുറച്ച് നല്ല കോമാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായി കേട്ടോ. കോമാങ്ങ നമ്മളിവിടെ ആദ്യം ഒരു മരം ഉണ്ടായിരുന്നു, പിന്നെ അത് വെട്ടിയതിന് ശേഷം നമുക്ക് കോമാങ്ങ കിട്ടിയിട്ട് തന്നെയല്ല. ഇപ്രാവശ്യം കോമാങ്ങ കിട്ടൽ ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ നിന്നായിരുന്നു എല്ലാവരും കോമാങ്ങ കൊണ്ടുപോകാറുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് പിന്നെ ഡേ ഇൻ മൈ ലൈഫിൽ ഫുഡ് കഴിക്കുന്നതൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും ആ ഒരു ചക്ക തിന്നിട്ട് പിന്നെ എനിക്കൊരു ഗ്യാസ് കയറിയ പോലെ ആയിപ്പോയിട്ടുണ്ടായി. പള്ളയൊക്കെ ഒരു ടമ്പറായിപ്പോയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് അവിടെയുള്ള ആ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കുറേ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായി കേട്ടോ. അതിന് ശേഷം പിന്നെ ഉച്ചക്കേക്ക് ചെറുപയർ കറി താളിച്ച് ചെറുപയർ കറിയും ആക്കി, തക്കാളി താളിച്ചുണ്ടായിരുന്നു. അങ്ങനെ അതന്നെ മതി എന്ന് വിചാരിച്ചു കുറച്ച് ചോറ് കഴിച്ചു. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ഫുഡ് സ്കിപ്പാണ്. ഒരു ഗ്ലാസ് ചായയും പിന്നെ ആ ചക്ക അതന്നെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടായി, അടുക്കള ക്ലീൻ ചെയ്ത് ഉണ്ടായില്ല. ഫുഡ് കഴിച്ചിട്ട് അതിനൊക്കെ ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ വന്നിട്ടുണ്ടായി കടയിൽ നിന്ന്. അങ്ങനെ വന്ന സമയത്ത് നമ്മളിവിടെ മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടായി. മാങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടിക്കീറിയിട്ട് ഇപ്പോൾ കിട്ടാണ്ടായി പോവാണ്. അല്ലെങ്കിൽ പിന്നെ പഴുത്ത് വീണിട്ട് ചീഞ്ഞ് പോകുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ഇത് കോമാങ്ങയല്ല, വേറൊരു മാങ്ങയാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പച്ചയായിരുന്ന സമയത്ത് ഭയങ്കര പുളിയായിരുന്നു. പക്ഷേ ഈ പഴുത്ത് കിട്ടുന്ന സമയത്ത് നല്ല മധുരമുള്ളൊരു മാങ്ങ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മാങ്ങക്ക്. നമുക്കിങ്ങനെ കർമൂസൊക്കെ പോലെ ഇങ്ങനെ കടിച്ച് തിന്നാൻ പാകത്തിന് ആ ഒരു ടൈപ്പ് മാങ്ങയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ചധികം പറിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊക്കെ അങ്ങ് കഴുകി വെച്ച് വൃത്തിയാക്കിയാൽ നമുക്ക് വേണ്ടപ്പം അങ്ങ് എടുത്തിട്ട് മുറിച്ച് കഴിക്കാമല്ലോ, കഴുകാൻ നിൽക്കണ്ടല്ലോ. ഈ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി ഇതാണ്. എന്താ പറയുക, ഇങ്ങനെ എടുക്കുക പിന്നെ കഴുകുക, അപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ വെള്ളമായി പിന്നെയും കൈ തുടക്കുക. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ കഴുകി വെച്ച് അങ്ങ് ഉണങ്ങുമല്ലോ, അന്നേരം പിന്നെ അങ്ങ് എടുത്ത് മുറിച്ചാൽ മതിയല്ലോ. ആ ഒരു രീതിക്ക് അങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. എന്നല്ല, കുറച്ച് മാങ്ങയിൽ ചളി ഉണ്ടായിരുന്നു. നമ്മൾ പറിക്കുന്ന സമയത്ത് എന്തായാലും നിലത്ത് വീണിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചളി ഉണ്ടാവുമല്ലോ. പിന്നെ നേരത്തെ കിട്ടിയ ചക്ക ഉണ്ടല്ലോ, അത് നല്ലോണം ഇങ്ങനെ ഇങ്ങനെ മേലത്തതൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇരിഞ്ഞിട്ടിട്ടില്ല എന്ന് മാത്രം. ഞാൻ വിചാരിച്ചു ഈ പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് ഇരിഞ്ഞിടാന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെ അടുക്കള അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ടായിട്ടോ. ഒക്കെ വലിച്ച് വാരി അവിടെയും ഇവിടെയും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ അടുക്കള എന്തായാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുളിയെല്ലാം എന്താ പറയുക, കഴിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാന്നുള്ള രീതിക്കാണ് നിന്നത്. അപ്പം അടുക്കള ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുക തന്നെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, അതൊക്കെ ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് അടുക്കള മിസ്സായ ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഈ കാണുന്ന ഒരു ഷെൽഫ് എപ്പോൾ നോക്കിയാലും ചറവറാന്ന് നോക്കിയിട്ട് കിടക്കുള്ളൂ. ഇന്ന് വൃത്തിയാക്കിയാൽ നാളെ ഇതേപോലെ തന്നെ ആവും. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് ആക്കുന്നത്. അതായത് മോളെ കളിക്കുന്ന സാധനം ഉണ്ടാവും, എൻ്റെ പഠിക്കുന്ന സാധനം ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ ചറവറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഇടും കേട്ടോ. അപ്പം ഇത് ഡെയിലി എന്ന് പറയും പോലെ ക്ലീൻ ചെയ്യലാണ് മെയിൻ പരിപാടി. അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ കയറി വരുന്ന മുമ്പ് കാണുന്നത് ഹോളല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കിടക്കുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് തന്നെ എന്തോ ഒരു പോലെയാണല്ലോ. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ പറിച്ച മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ നല്ല കോമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങ കഴിക്കുമ്പോൾ ഏറ്റവും വലിയ മെനക്കേട് ഈ പല്ലിൽ കുടുങ്ങുന്നത്. എനിക്കാണെങ്കിൽ അതിനേക്കാളും ദേഷ്യം വേറെ ഒന്നുമില്ല. എപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ മാങ്ങ ഇതാവും. അതുകൊണ്ട് തന്നെ എനിക്ക് മാങ്ങ കഴിക്കുമ്പോൾ അത് ഏറ്റവും വലിയ ദേഷ്യം. ഇഷ്ടമാണ് താനും, പക്ഷേ എങ്കിൽ മാങ്ങ ഇങ്ങനെ കഴിക്കാൻ തോന്നുമ്പം വേഗം ഓർമ്മയിൽ പല്ലി കൊടുക്കുന്ന ആ ഒരു സംഭവം. അങ്ങനെ പിന്നെ കുറച്ച് മൂവിയൊക്കെ കണ്ട് അങ്ങനെ മാങ്ങ കഴിക്കുകയാണ്. ഇനി വേണം ഒന്ന് കുളിക്കാൻ. അപ്പോഴത്തേക്ക് തക്കുടൂനെയൊക്കെ കിടത്തി ഉറക്കിയിട്ടുണ്ടായി. അവൾ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും തണുക്കില്ല. കാരണം ഉമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുമ്പോൾ അല്ലാണ്ട് എനിക്ക് കുളിക്കലും കാര്യങ്ങളും ഒന്നും നടക്കലുണ്ടാവില്ല. അന്നേരം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തുണി കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. എൻ്റെ തന്നെ തുണികൾ, എൻ്റെതും മോളതും തന്നെ മിക്കതും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴയായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ കുറേ അയലും അതേപോലെ ജനൽമലും ഫാനമലും ഒക്കെ തുണികളെ ഇരിക്കുമല്ലോ. അതേപോലത്തെ സ്ഥിതി തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇപ്പം നമ്മൾ ഈ റൂമിൽ തന്നെ മേലെ അയൽ കെട്ടിയിട്ടുണ്ടായി. അപ്പോൾ ആ അയൽമെന്ന് എടുത്ത തുണികളാണ് ഞാനിപ്പോൾ മടക്കുന്നത്. പുറത്തൊരു ലോഡ് വേറെ ബാക്കിയുണ്ട്. മഴയായിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ പിന്നെ ഞാനത് ഉമ്മാൻ്റെ അളമാരയിലും എന്തൊക്കെ എൻ്റെ അളമാരയിലും കൊണ്ട് വെക്കുന്നുണ്ട്. കൈസ് എൻ്റെ അളമാര എന്തൊരു നീറ്റാണെന്ന് നോക്കി ഇപ്പം എടുത്ത് മടക്കി വെച്ചതാണ്. 2 ദിവസമേ അങ്ങനെ കാണുള്ളൂ കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറിയ കുഞ്ഞ് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊരു കഷ്ണം, ആകെപ്പാടെ 3 പീസേ നമുക്ക് മുറിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അത്രക്കും ചെറുതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തായാലും അത് കണ്ടു നോക്കുക കേട്ടോ. കുഞ്ഞേതെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞി പൈനാപ്പിളാണ്. ഞാൻ പറിക്കാൻ കുറേ നാളായിട്ട് നോട്ടിട്ട് വെച്ചാണ്, പക്ഷെ പഴുക്കാത്തതുകൊണ്ട് അങ്ങനെ വെച്ചു ഞാൻ. അങ്ങനെ അതിന് ശേഷം ആ മാങ്ങയൊക്കെ പറിച്ചു, അല്ല സോറി ഗൈസ്, പൈനാപ്പിൾ പറിച്ചു. പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്കുമ്മ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ഉച്ചക്ക് ഉറങ്ങിയ ഉറക്കമാണ് കേട്ടോ, ഇതുവരെ എഴുന്നേറ്റില്ല, ആൾ നല്ല ഉറക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവൾ എണീക്കുമ്പോഴത്തേനൊക്കെ പഴം വാട്ടി വെക്കാമെന്ന്. ഓക്ക് രാവിലെയും അതേപോലെ ഈ വൈകുന്നേരമൊക്കെ ഈ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴം അറിഞ്ഞ പോലെ ഒരു തോന്നലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പള്ളം അറിയാത്ത പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ ഈ പഴം കൊടുത്ത് ശീലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു ഓൾ എണീക്കുമ്പോഴത്തേനൊക്കെ കുറച്ച് പഴമൊക്കെ വാട്ടിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന്. അതാകുമ്പോൾ പിന്നെ ആൾ കഴിക്കുകയും ചെയ്തോളും. ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പരിപ്പ് താളിച്ചത്, ചിക്കൻ പൊരിച്ച് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ചോറ് ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇങ്ങനെ പഴം വാട്ടയിൽ കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ ഹാപ്പിയാണ്. ഓൾ പിന്നെ അതങ്ങ് കഴിച്ചോളും. ഇത് മൊത്തമൊന്നും കഴിക്കില്ല, ഞാൻ എനിക്കും കൂടെ ഉള്ളത് കുറച്ച് ആക്കിയിട്ടുണ്ട്. എനിക്ക് വെറുതെ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, ഈ ചായേൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം പിന്നെ ഓൾ ഇതുവരെ എണീച്ചിട്ടില്ല കേട്ടോ, അതാണ് സത്യം. ഇപ്പോഴും നിങ്ങൾ കാണുമ്പം ഇത് ഓൾ എണീച്ചിട്ടുണ്ടായില്ല. ഞാൻ എനിക്കുള്ളത് എടുത്ത് ഇങ്ങനെ കഴിച്ചു, അവൾ എണീക്കുമ്പോൾ അവൾക്കുള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഓൾ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബോറടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടി. പിന്നെ ഓൾ എണീച്ചതിന് ശേഷം ഓക്കുള്ളതും കൂടെ അങ്ങ് കൊടുത്തു. രാത്രിക്കേക്കുള്ള ചോറും കറിയും ഒന്നും ആക്കിയില്ലേനു കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ രാത്രിക്കേക്കുള്ള ചോറും കറിയൊക്കെ ആക്കുന്നത്. അന്നേരം എഗ് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനേക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അരിയാണ്. അപ്പോൾ ഉമ്മ ബാക്കി എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ പറയുക, രാത്രിക്ക് വെക്കാമെന്നുള്ളത് വിചാരിച്ചു. രാവിലെ തന്നെ വെച്ചിട്ട് തണുത്ത് പോകണ്ടല്ലോ, ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് തണുപ്പാണല്ലോ. അങ്ങനെ ഈ ഉള്ളി അരിയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലോ, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. എനിക്ക് പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഈ ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിക്കും. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പം ഭയങ്കരമായിട്ട് കണ്ണിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. എന്താ സംഭവം എന്നറിയില്ല, കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാനിതാ ഇവിടെ ഇതൊക്കെ ആക്കി, കറിയല്ല എഗ് റോസ്റ്റ് ആക്കി. എഗ് റോസ്റ്റും കുറച്ച് ചോറും കൂടെ കൂട്ടി കഴിച്ചു. ഇത് പിന്നെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഞാനും ഉമ്മയും ഉപ്പയൊക്കെ കൂടി. ഇത് വലിയൊരു വ്ളോഗൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുട്ടാപ്പീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൻ്റെ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നീറ്റാടിയാണ് ഞാനും പാത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ വന്നു പാത്തുനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കൽപ്പറ്റ പോയത്. കൽപ്പറ്റ പോയി നോക്കുമ്പം ഓരോ ഷോപ്പ് കാണുമ്പോൾ നമുക്കുള്ളതും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പാത്തുമ്മ ഉറങ്ങിയിട്ടുണ്ടായി. അവൾ ഉറങ്ങിയിട്ടില്ല. രാവിലെ ഏതെങ്കിലും ഒരു നേരത്തെ, ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ് ഉറങ്ങുന്നത് പതിവാണ് കേട്ടോ. അപ്പം ഇന്ന് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് വണ്ടി കിടന്ന് അങ്ങനെ ആൾ ഉറങ്ങിയിട്ടുണ്ടായി. പിന്നെ ഇതാ നല്ല ബ്ലോക്കാണ് കേട്ടോ, ഓരോ മഴയും അതും ഇതൊക്കെ പെയ്തിട്ട് അവിടുന്ന് അങ്ങനെ അലമ്പായതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. 1-2 ഷോപ്പിലൊക്കെ കയറി, അവിടുന്ന് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ലിറ്റിൽ ഫാബിൽ, അതായത് നെസ്റ്റോൻ്റെ ഉള്ളിലെ ലിറ്റിൽ ഫാബിൽ തന്നെ പോയി. അവിടെ നിന്ന് ഇവക്ക് കണ്ണട ഇങ്ങനെ വെച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഈ കണ്ണടകളൊക്കെ. നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര അടാറ് കളക്ഷൻസ് എന്നല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. കാരണം പെരുന്നാളൊക്കെ ആവാറായില്ലേ, അപ്പോൾ കുറേയൊക്കെ തിരവായിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു സാധനം അവൾക്ക് എടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളതൊക്കെ പെരുന്നാളിൽ അന്ന് കാണാം കേട്ടോ. അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. എനിക്ക് ഓൾറെഡി നീറ്റായിട്ട് ഉമ്മച്ചിയും ഉപ്പച്ചിയും എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ നമ്മൾ വിചാരിച്ചു വെറുതെ ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്, അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ടോപ്പും ഞാൻ നോക്കിയിട്ടുണ്ടായി. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അവിടെ അവരെന്നെ പെയർ ചെയ്ത് വെച്ച ഒരു അടിപൊളി ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗായ്.